എല്ലാവർക്കും നമസ്കാരം. ഡ്യുവാലിറ്റിയുടെ വീഡിയോസ് ആണല്ലോ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മറ്റൊരു പ്രൈമൽ പ്രോബ്ലത്തിനെ ഡ്യുവലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രൈമൽ പ്രോബ്ലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു ടൈപ്പ് വരുന്ന കൺസ്ട്രെയിൻസും ഈ ക്വസ്റ്റ്യനിലുണ്ട്. നമുക്കറിയാം, ഡ്യുവൽ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ പ്രൈമൽ മിനിമൈസേഷൻ ആണോ അതോ മാക്സിമൈസേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പ്രൈമൽ മിനിമൈസേഷൻ ആണ്. അതുകൊണ്ട് എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ആദ്യം തന്നെ കൺസ്ട്രെയിൻസിനെ റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ. അതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആക്കാൻ രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -x1 -x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10 എന്നാകുന്നു. ഇനി ഈ കൺസ്ട്രെയിന്റ് വേണം നമ്മുടെ പ്രൈമലിന്റെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ഇനി ക്വസ്റ്റ്യനിലെ സെക്കൻഡ് കൺസ്ട്രെയിന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് തന്നെ ആയതുകൊണ്ട് ആ കൺസ്ട്രെയിന്റ് അങ്ങനെ തന്നെ പ്രൈമലിന്റെ സെക്കൻഡ് കൺസ്ട്രെയിന്റ് ആയി എഴുതാം. ഇനി തേർഡ് കൺസ്ട്രെയിന്റ് ഈക്വൽ ടു ടൈപ്പ് ഉള്ളതാണ്. ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിന്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിന്റിനെ ആദ്യം തന്നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 7x1 -x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നും 7x1 -x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നും. ഇനി ഇവിടെ പ്രോബ്ലം മിനിമൈസേഷൻ ആയതുകൊണ്ട് കൺസ്ട്രെയിൻസിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പിലേക്കാണല്ലോ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിന്റിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിട്ടാണ് കിട്ടിയത്. പക്ഷേ മറ്റേതിന്റെ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അവിടെ -1 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റുക. എന്നിട്ട് ഈ രണ്ട് കൺസ്ട്രെയിൻസും പ്രൈമലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ് കൂടെ ആഡ് ചെയ്താൽ ഡ്യുവൽ എഴുതാനായിട്ടുള്ള പ്രൈമൽ സെറ്റായി. ഇനി സ്റ്റാർട്ട് ചെയ്യാം. പ്രൈമൽ മിനിമൈസേഷൻ ആയതുകൊണ്ട് ഡ്യുവൽ മാക്സിമൈസ് z' എന്നെഴുതുക. ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാനായി പ്രൈമൽ കൺസ്ട്രെയിൻസിന്റെ RHS, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റൻസ് എടുക്കുക. 4 കോൺസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പുതുതായി 4 വേരിയബിൾസ് എടുക്കണം. y1, y2, y3 ആൻഡ് y4. അപ്പോൾ ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ -10y1 + 23y2 -6y3 + 6y4 എന്ന് കിട്ടുന്നു. ഇനി ഡ്യുവൽ കൺസ്ട്രെയിൻസ് എഴുതാനായി പ്രൈമൽ കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. എന്നിട്ട് ട്രാൻസ്പോസ് എടുക്കുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുന്നതും ട്രാൻസ്പോസ് എടുക്കുന്നതുമെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണല്ലോ. അറിയാത്തവർ ആദ്യം തന്നെ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഈ ട്രാൻസ്പോസ് മെട്രിക്സിനെ y1, y2, y3, y4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് കിട്ടുന്നത്. ഇനി ഈ കിട്ടുന്ന കൺസ്ട്രെയിൻസിന് ഏത് ഇനീക്വാളിറ്റി കൊടുക്കണം? പ്രൈമൽ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിന്റെ റിവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റൻസ് വേണ്ടേ? അതിനായി പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. 4, 2, 1. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കൺസ്ട്രെയിൻസ് എഴുതാം. ആദ്യം ഫസ്റ്റ് റോ y1, y2, y3, y4 ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1y1 + 3y2 -7y3 + 7y4 എന്ന് കിട്ടുന്നു. റീറൈറ്റ് ചെയ്യുമ്പോൾ -y1 + 3y2 -7y3 + 7y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാകുന്നു. ഇനി സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1y1 + 1y2 + 0y3 + 0y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാകുന്നു. റീറൈറ്റ് ചെയ്യുമ്പോൾ -y1 + y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. തേർഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 0y1 + 1y2 + 1y3 -1y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. റീറൈറ്റ് ചെയ്യുമ്പോൾ y2 + y3 -y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാകുന്നു. ഇനി ഈ 3 കൺസ്ട്രെയിൻസും ഡ്യുവലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡ്യുവൽ കംപ്ലീറ്റ് ആയി. വീഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.